എല്ലാവർക്കും നമസ്കാരം. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ. ഈ ഒരു വീഡിയോയുടെ കാരണം കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെ ചില സംഭവങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് ഉണ്ടായ ഒരു വിവാദമാണ്. ഞാൻ റീൽസുകളാണ് കണ്ടത്. അതിൽ നിന്ന് മനസ്സിലായത് ഇതാണ്: ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി ആദില നൂറ ഒരു ലെസ്ബിയൻ കപ്പിളാണ്. അവരെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്. അവർ ലെസ്ബിയൻ ആണ് എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പേരിലാണ് അധിക്ഷേപിക്കുന്നത്. അവർ പറഞ്ഞതാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് പറയുന്നു. പിന്നീട് അവരോടുള്ള ചോദ്യങ്ങളിലൊക്കെ അവർ പറയുന്നത്, എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല, എൻ്റെ മകൻ ഇത് കാണുന്നുണ്ട്, അവരൊക്കെ വഴിതെറ്റാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് മറ്റുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൊരു വാദമാണ് ഉയർത്തുന്നത്. പക്ഷെ അതിന് മറുപടി ഈ ആദില തന്നെ എന്നെ പറയുന്നുണ്ട്. കാരണം ഇത് ജന്മനാ ഉള്ളൊരു കാര്യമാണ്. ഇവരാരും ഈ ആദിലെ നൂറയൊന്നും ലെസ്ബിയൻസ് ആയിട്ടുള്ള ആൾക്കാരെയോ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെയോ ഒന്നും കണ്ടു വളർന്ന ആൾക്കാരല്ല. സ്റ്റിൽ അവരുടെ ഒരു ബൈ ബർത്ത് ഉള്ള ഒരു കാര്യമാണ്. അതവർ പിന്നീട് റിയലൈസ് ചെയ്യുന്നതാണ്. ഒരിക്കലും അവർക്ക് ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് അവർ മറ്റവരെ ഇൻഫ്ലുവൻസ് ചെയ്യണമല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഏറെക്കുറെ ആ ഒരു വാദത്തിനുള്ള മറുപടി അതിൽ തന്നെ അവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതോട് പ്രതികരിച്ചുകൊണ്ട് പഴയ ഒരു ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അഖിൽ മാരാരുടെ ഒരു വാദമാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ആദിലയുടെ നൂറയുടെയും കൂടെയാണ്, അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്, ഇതൊക്കെ ശരിയാണ്. എങ്കിലും അവർ പറയുന്ന ആശയത്തോട് എനിക്ക് അങ്ങേയറ്റം വിയോജിപ്പാണുള്ളത്. അതിൻ്റെ കാരണം ഇതാണ്: നാളെ ഇപ്പം അദ്ദേഹമൊക്കെ അല്ലെങ്കിൽ സാധാരണ ആണുങ്ങൾ ആയിട്ടുള്ളവരും പെണ്ണുങ്ങളായിട്ടുള്ളവരും ഒക്കെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി കിടക്കാറുണ്ട്. ഇപ്പം ഒരു ആൺകുട്ടി നാളെ തൻ്റെ കൂട്ടുകാരനായ ഒരു ആൺകുട്ടിയുമായി സ്വന്തം വീട്ടിൽ താമസിക്കാൻ ഒരു മുറിയിൽ കിടക്കുന്നു. ഒരു പെൺകുട്ടി തൻ്റെ കൂട്ടുകാരിയുമായിട്ട് തൻ്റെ വീട്ടിൽ വന്ന് ഒരു മുറിയിൽ താമസിക്കുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പം രക്ഷകർത്താക്കൾക്ക് സംശയം തോന്നുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ ലെസ്ബിയൻ അല്ലെ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്സ് നോർമലൈസ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ സന്ദേശം പോകുന്നത്. ഇതാണ് അഖിൽ മാരാര് പറയുന്നത്. ഈ വാദം ഇതാണ്. അതായത് നാളെ ഒരു ആൺകുട്ടിയും അല്ലെ ഒരു പെൺകുട്ടി റൂമിൽ കിടക്കുകയാണെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾക്ക് വരെ സംശയം തോന്നാൻ സാധ്യതയുണ്ട്. ഇതാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്. അപ്പോൾ ഇതിനോടുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതങ്ങനെ പറഞ്ഞ് കേട്ടില്ലാരും. അപ്പോൾ ഇത് വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലോകത്താകെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 80% ആൾക്കാർ ഹെറ്ററോസെക്ഷലാണ്. അതായത് എതിർലിംഗത്തോട് ആകർഷണം തോന്നുകയും തങ്ങൾ പുരുഷനല്ല സ്ത്രീ എന്ന് തിരിച്ചറിയുകയും തൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോട് ആകർഷണം തോന്നുകയും ചെയ്യുന്ന ആൾക്കാരാണ് 80%. 3% ഹോമോസെക്ഷൽസ്, തൻ്റെ അതേ ലിംഗത്തോട് ആകർഷണം തോന്നുന്നവർ. എന്നാൽ സ്ത്രീയാണ് പുരുഷനാണെന്നുള്ള ബോധമുണ്ട്, പക്ഷേ സെയിം സെക്സിനോട് ആകർഷണം തോന്നുന്നവർ. 4% ബൈസെക്ഷൽസ് ആണ്. 2 ഓപ്പോസിറ്റ് ജെൻഡറിനോടും സെയിം ജെൻഡറിനോടും ആകർഷണം തോന്നുന്നവർ. 1-2% ട്രാൻസ്ജെൻഡേഴ്സ് പാൻസെക്ഷലൊക്കെയാണ്. 10-11% അവർ അവരുടെ സെക്ഷുവാലിറ്റിയെ പറ്റി പുറത്ത് പറയാത്തവരാണ്, അല്ലെ തങ്ങളുടെ ലൈംഗിക ആകർഷണത്തെ പറ്റിയൊന്നും പറയാത്തവരാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി, അഖിൽ മാരാര് പറഞ്ഞ സ്ഥിതി എന്താണ്? ഈ 80% തങ്ങൾ ഹെറ്ററോസെക്ഷൽ ആണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന 80% ആൾക്കാരുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോഴാണ് അവരെ സംബന്ധിച്ച് പ്രശ്നമുണ്ട്. അവരെ സംബന്ധിച്ച് ഒരു പുരുഷനും പോകുമ്പോൾ അവർക്കൊരു പ്രശ്നമില്ല. കാരണം അവരെ പോലെയാണ് ഈ തങ്ങളുടെ കുട്ടികളെന്ന് അവർ വിചാരിക്കും. ഇപ്പോൾ ഒരു ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾ അയാളുടെ മകൻ ഒരു കൂട്ടുകാരനെ കൊണ്ട് വന്ന് ഒരു റൂമിൽ താമസിക്കാൻ അയാൾക്ക് പ്രശ്നമില്ല. കാരണം മകനും കൂട്ടുകാരനും ഒക്കെ അയാളെ പോലെ ഹെറ്ററോസെക്ഷൽ ആണെന്നുള്ള ഇയാളുടെ ധാരണയാണ്. 80% അത് ശരിയാണ്. ഇനി അല്ലെങ്കിൽ മകൾ വരുവാണെങ്കിൽ അവർ ഹെറ്ററോസെക്ഷലാണ്, 80% ശരിയാണ്. ഇനി അത് അങ്ങനെ ഒരാൾ അല്ലെങ്കിലോ, ഈ കൂട്ടുകാരൻ അങ്ങനെ അല്ലെങ്കിലോ, അങ്ങനെ എല്ലാ സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ, അതിന് റിപ്പോർട്ടുകളും ഉണ്ട്. അതായത് അവിടെ ചൂഷണമാണ് നടക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം അവിടെയുണ്ട്. അതായത് ഭൂരിഭാഗ സാധ്യതയും ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ പോകണം എന്നാണ് മാരാര് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ ജീവിക്കാനുള്ള അല്ലെ ഭൂരിപക്ഷത്തിന് ജീവിച്ചു പോകാനുള്ള സാഹചര്യത്തെ ഒരു വിധത്തിലും ന്യൂനപക്ഷം തടസ്സപ്പെടുത്തരുത്. അതായത് ഭൂരിപക്ഷ ഭീകരത എന്ന് വേണം പറയാം. പക്ഷേ ഇത് ആധുനികതയിലോ ഒരു വെൽഫെയർ സ്റ്റേറ്റിലോ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ന്യൂനപക്ഷമായി പോയി, അത് അവരുടെ കുറ്റമല്ല, അവരുടെ സഹജമായുള്ളൊരു ഒരു കാര്യമാണത്. അപ്പോൾ ആയിപ്പോയി എന്ന് പറഞ്ഞ് അവരുടെ അവകാശങ്ങളെല്ലാം അടിച്ചൊതുക്കുകയും ഭൂരിപക്ഷത്തിന് മാത്രം അവരുടെ വ്യൂ പോയിന്റിൽ മാത്രം സമൂഹം ഉണ്ടോ എന്ന് പറയുന്നത് ഒരു ഭീകരതയാണ്. അത് ജനാധിപത്യത്തിൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. വെൽഫെയർ സ്റ്റേറ്റ് ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ ആധുനികതയിലും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാഴ്ചപ്പാടിൽ പോലും ചെറിയൊരു ശതമാനം മറ്റേയാൾ ഹോമോസെക്ഷൽ ആകാം. ഇവിടെ ചൂഷണം നടക്കാം. ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ഒരാളെ ഒരുപക്ഷെ നിർബന്ധിച്ച് ഹോമോസെക്ഷൽ ആക്ടിവിറ്റിക്ക് കൊണ്ടുപോകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ലെസ്ബിയൻ ആണ്, അല്ലെ ഗേ ആണ്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണ്, ഇതിലൊക്കെയുള്ള സാധ്യതകളുണ്ട്, ഇതിങ്ങനെയാണ്, ഇതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണെന്നുള്ള ഒരു ബോധം സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്.
അല്ലെ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെ മനുഷ്യനെ ആർജിക്കുക എന്നുള്ളതാണ്. അതായത് യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം. അല്ലാതെ അദ്ദേഹം പറയുന്ന പോലെ 80% 100% എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നത് രണ്ട് രീതിയിൽ പ്രശ്നമാണ്. ഒന്ന് ഭൂരിപക്ഷ ഭീകരത, രണ്ടാമത്തത് യാഥാർത്ഥ്യത്തിലും അത് പ്രശ്നമാണ്. കാരണം ആ 80% അല്ലെങ്കിൽ അവിടെ പ്രശ്നം വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യാഥാർത്ഥ്യം ഇതാണ് എന്ന് പറയുക തന്നെയാണ് ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ ബിഗ് ബോസ് ചെയ്യുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ആദില നൂറ ഒക്കെ അവർക്കൊരു സ്ഥാനം, അവർക്ക് അവിടെ ബിഗ് ബോസിൽ അവസരം കൊടുക്കുകയും അവരുടെ കാര്യങ്ങൾ, അവരുടെ ജീവിതം തന്നെ തുറന്നു പറയാൻ സാധിക്കുകയും ചെയ്യുന്നതിലൂടെ ഇതൊക്കെ സമൂഹത്തിൽ നമ്മളെപ്പോലെ അല്ലാത്ത ആൾക്കാരുമുണ്ട് എന്ന് ഹെറ്ററോസെക്ഷൽസ് ആയിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും മനസ്സിലാക്കാൻ സഹായിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.